ഹായ് ഫ്രണ്ട്സ്, ആർഫറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുണീക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം അതുല്യം അല്ലെങ്കിൽ സമാനതകളില്ലാത്തത് തുടങ്ങിയൊക്കെയാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് യുണീക്ക് ആണെന്ന് പറയുന്നത് അതൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ കോണ്ടക്സ്റ്റിലാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ നമുക്കറിയാം ധാരാളം ഫണ്ട് ഹൗസുകളുണ്ട്. SBI, HDFC, ICICI, ക്വാണ്ട്, ആക്സിസ്, ബന്ധൻ, അങ്ങനെ തുടങ്ങി ധാരാളം ഫണ്ട് ഹൗസുകളെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഇവയിൽ ഒരു ഫണ്ട് ഹൗസിൻ്റെ ഏതെങ്കിലും ഒരു സ്കീമിലോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഒന്നിലധികം സ്കീമിലോ നമ്മൾ ചില സ്റ്റോക്കുകൾ കാണും. എന്നാൽ ഈ സ്റ്റോക്കുകൾ മറ്റ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ സ്കീമിലൊന്നും കാണാൻ കഴിയില്ല. അപ്പം അത്തരത്തിൽ അവർ സ്വന്തമായ റിസർച്ചുകളോടുകൂടി സ്വയം കണ്ടുപിടിച്ച വലിയ തോതിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത അത്തരം സ്റ്റോക്കുകളെയാണ് നമ്മൾ യുണീക്ക് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ യുണീക്ക് സ്റ്റോക്കുകൾ പൊതുവെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് സെഗ്മെന്റിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ പൊതുവെ ഈ സ്റ്റോക്കുകൾ നമ്മൾ കാണാൻ കഴിയുക മൈക്രോ ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സെഗ്മെന്റിലൊക്കെ ആയിരിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതൊരു പാസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയല്ല. അപ്പോൾ അവിടെ ഫണ്ട് മാനേജർ ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റുമായി സംസാരിച്ചോ അല്ലെ അവരുടേതായ സ്വന്തമായ റിസർച്ചുകളിലൂടെ കണ്ടെത്തിയതോ അതുപോലെ ഭാവിയിലുള്ള ആ സ്റ്റോക്കിൻ്റെ വളർച്ച നേരിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുന്ന ഒരു ഹൈ കൺവിക്ഷൻ ബെറ്റാണ്. മറ്റാരും കാണാത്ത ഒരു ബിസിനസ് സാധ്യത ആ സ്റ്റോക്കുകളിൽ അവർ മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പേരിന് കുറച്ച് ഷെയറുകൾ വാങ്ങിയിട്ട് അതിനെ യുണീക്ക് സ്റ്റോക്ക് ക്രൈറ്റീരിയയിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഹോൾഡിങ്ങും ആ സ്റ്റോക്കിൽ ഈ ഫണ്ട് ഹൗസുകൾക്ക് ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഫണ്ട് മാനേജേഴ്സ് ഇത്തരം റിസ്ക് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ തമ്മിൽ വമ്പിച്ച മത്സരം നടക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആൽഫ ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു യുണീക്ക് സ്റ്റോക്ക് വാങ്ങുമ്പോൾ ആ കമ്പനി വളരുമ്പോൾ മറ്റ് ഫണ്ട് ഹൗസുകളും അത് വാങ്ങാൻ തുടങ്ങും. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വില കുതിച്ചു വരികയും അപ്പോൾ ആദ്യം വാങ്ങിയ ഒരു ഫസ്റ്റ് ഫണ്ട് ഹൗസിന് വൻ ലാഭം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സ്റ്റോക്കിലും ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു നീക്കം ഫണ്ട് ഹൗസുകൾ നടത്തുന്നത്. എന്നാൽ ഇവിടെ ഒരു റിസ്ക് എലിമെൻറ്റും കൂടിയുണ്ട്. ഇപ്പോൾ മറ്റൊരു ഫണ്ട് ഹൗസും ഇത് വാങ്ങാത്തത് കൊണ്ട് തന്നെ ഫണ്ട് മാനേജറുടെ ആ ഒരു കൺവിക്ഷൻ അല്ലെങ്കിൽ അയാളുടെ അനാലിസിസ് തെറ്റിയാൽ ഈ സ്റ്റോക്കിൻ്റെ വില താഴോട്ടേക്ക് പോകാനും ആ ലിക്വിഡിറ്റി കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് പോർട്ട്ഫോളിയോ വിവരങ്ങൾ വെച്ച് പരിശോധിച്ചാൽ ചില പ്രത്യേക മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ മാത്രം കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിട്ടുള്ള പ്രമുഖ യുണീക്ക് സ്റ്റോക്കുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. അത്തരത്തിലുള്ള 8 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിലൊന്ന് റോസൽ ടെക് സിസ്റ്റംസ് ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും പുതിയ ഡാറ്റ പരിശോധിക്കുമ്പോൾ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ റോസൽ ടെക് ആ സ്റ്റോക്കിൽ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് മാത്രമാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ക്വാണ്ട് മൾട്ടി ക്യാപ് ഫണ്ട് ഇതിൽ 2.37% ഹോൾഡിംഗ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ 3700 കോടിയോളം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണിത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 166 എന്നുള്ള ഹൈ PEയിലാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഈ സ്റ്റോക്കിൽ ഒരു റിസ്ക് എലിമെൻ്റ് ആയിട്ട് കാണുന്നത് ഇതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 2.64% ഉണ്ട്. പക്ഷേ കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ 46%. അപ്പോൾ ഒരു ഹൈ ഗ്രോത്ത് സ്റ്റോക്കായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് സാറ്റിൻ ക്രെഡിറ്റ് കെയർ നെറ്റ്വർക്കാണ്. ഇപ്പോൾ ഇന്ത്യയിലെ 23 സ്റ്റേറ്റുകളിൽ പ്രസൻസ് ഉള്ള ഈ സാറ്റിൻ ക്രെഡിറ്റ് കെയർ നെറ്റ്വർക്ക് ഒരു മൈക്രോ ഫൈനാൻസ് കമ്പനിയാണ്. ഇപ്പോൾ 2026 ജൂൺ മാസത്തിലെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ ബന്ധൻ സ്മോൾ ക്യാപ് സ്കീമിന് ഈ സ്റ്റോക്കിൽ 1.4% നിക്ഷേപം ഉണ്ടായിട്ട് കാണാം. എന്നാൽ മറ്റ് മ്യൂച്വൽ ഫണ്ടുകളൊന്നും ഈ സ്റ്റോക്കിൽ നിക്ഷേപിച്ചിട്ടില്ല. ഈ സ്റ്റോക്കിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് 2500 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. സ്റ്റോക്കിൻ്റെ PE 7.58 ആണ്. ഇൻഡസ്ട്രി PE 22.9 ആണ്. ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ് ഇതിൻ്റെ PE. കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് 58% ഒരു വമ്പിച്ച റിട്ടേൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ്പിൻ്റെ ആ ഒരു റിസർച്ച് വളരെ കൃത്യമാണെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. അടുത്തൊരു സ്റ്റോക്ക് അംബിക കോട്ടൺസ് ലിമിറ്റഡ് ആണ്. ഈ സ്പെഷ്യാലിറ്റി കോട്ടൺ യാണുകൾ മാനുഫാക്ചർ ചെയ്യുകയും സെല്ലുകയും ചെയ്യുന്ന ഈ ഒരു ടെക്സ്റ്റൈൽ സ്റ്റോക്ക് ഇതും ഒരു യുണീക്ക് സ്റ്റോക്കായിട്ടാണ് നമ്മൾ കാണുന്നത്. ടോറസ് മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ ടോറസ് ഫ്ലക്സി ക്യാപ് ഫണ്ട് മാത്രമാണ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 1.08% ഹോൾഡിങ് ടോറസിന് ഈ സ്റ്റോക്കിലുണ്ട്. 920 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മൈക്രോ ക്യാപ് കമ്പനിയാണിത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 12 എന്നുള്ള ലെവലിലാണ്. ഇൻഡസ്ട്രി PE 24 ആണ്. അപ്പോൾ ഇവിടെയും അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുക. ഒരു 0 ഡെറ്റ് കമ്പനി ആയിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് 25% ഒരു റിട്ടേൺ നൽകിയതായിട്ട് കാണാം. അതുപോലെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം കാണുന്ന മറ്റൊരു യുണീക്ക് സ്റ്റോക്ക് അമൻഡ ഹെൽത്ത് കെയർ ആണ്. ബന്ധൻ മ്യൂച്വൽ ഫണ്ട് മാത്രമാണ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ടിൽ ഈ സ്റ്റോക്കിൽ 5% മുകളിലുള്ള ഹോൾഡിംഗ് ആണുള്ളത്. സ്റ്റെറൈൽ ലിക്വിഡ് ഉൽപ്പന്നങ്ങളും IV ഇഞ്ചക്ഷനുകൾ നിർമ്മിക്കുന്ന ഹെൽത്ത് കെയർ സെഗ്മെൻറ്റുള്ള ഈ ഒരു കമ്പനി ഹൈ കൺവിക്ഷൻ ബെറ്റായിട്ടാണ് ബന്ധൻ സ്മോൾ ക്യാപ്പ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്.
590 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു മൈക്രോ ക്യാപ് കമ്പനിയിൽ അതിൻ്റെ സ്റ്റോക്കിൻ്റെ PE നമ്മൾ കാണുന്നത് 35 എന്ന ലെവലാണ്. ഇൻഡസ്ട്രി PE 32ആണ്. അപ്പോൾ ഇൻഡസ്ട്രി PEയേക്കാൾ സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ഈ സ്റ്റോക്കിലും ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1.1 എന്ന ലെവലിൽ കാണാൻ പറ്റും. അത്യാവശ്യം കടമുള്ള ഒരു കമ്പനി ആയിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. എന്നാൽ കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് 44% വമ്പിച്ച റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു യുണീക്ക് സ്റ്റോക്ക് നമ്മൾ കാണുന്നത് OCCL ആണ്, അഥവാ ഓറിയന്റൽ കാർബൺ ആൻഡ് കെമിക്കൽ ലിമിറ്റഡ്. ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം ഇന്ത്യയിലെ ആകെ മ്യൂച്വൽ ഫണ്ടുകളിൽ HDFC മ്യൂച്വൽ ഫണ്ട് മാത്രമാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. അവരുടെ HDFC ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ഈ സ്റ്റോക്കിൽ 2.62% ഹോൾഡിംഗ് ആണുള്ളത്. അപ്പോൾ കെമിക്കൽ മേഖലയിൽ ഇൻസോളബിൾ സൾഫർ മാനുഫാക്ചറിങ്ങും സെല്ലുകയും ചെയ്യുന്ന ഈ ഒരു കമ്പനി ആ ഒരു സെക്ടറിലെ താൽക്കാലിക ക്രൈസിസിനിടയിലും HDFC മ്യൂച്വൽ ഫണ്ട് ഒരു ഹൈ കൺവിക്ഷൻ ബെറ്റായിട്ട് ഈ യുണീക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ 644 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മൈക്രോ ക്യാപ് സ്റ്റോക്കാണിത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 13 എന്ന ലെവലാണ്. ഇൻഡസ്ട്രി PE 22 എന്ന ലെവലാണ്. അപ്പോൾ വളരെയധികം അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. കൂടാതെ വലിയ കടബാധ്യതകളില്ലാത്ത ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.19% മാത്രമാണ് ഈ സ്റ്റോക്കുകൾ കാണുന്നത്. കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് 34% റിട്ടേൺ നൽകിയതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ലേറ്റസ്റ്റ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വെച്ച് മറ്റൊരു യുണീക്ക് സ്റ്റോക്ക് നമ്മൾ കാണുന്നത് മാരത്തോൺ നെക്സ്റ്റ് ജെൻ റിയാലിറ്റിയാണ്. ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ഒരു യുണീക്ക് സ്റ്റോക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 9.94% ഹോൾഡിംഗ് ക്വാണ്ടിന് ഈ സ്റ്റോക്കിലുണ്ട്. ഇപ്പോൾ 2700 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണിത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 13, ഇൻഡസ്ട്രി PE 26 ആണ്. അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. കൂടാതെ ഒരു സീറോ ഡെപ്റ്റ് കമ്പനിയായിട്ട് നമുക്കിത് കാണാം. കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ നെഗറ്റീവ് ആണെന്ന് കാണാം. 26% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ കമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന ഈ ഒരു കമ്പനി വലിയൊരു കറക്ഷൻ നടന്ന ഒരു സ്റ്റോക്കായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ക്വാണ്ട് ഫണ്ട് ഇതിനെ ഒരു കോൺട്രാ ബെറ്റായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ക്വാണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിൽ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. 10%-അടുത്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ കമ്പനിയുടെ വരും വർഷങ്ങളിലുള്ള പ്രൊജക്റ്റുകളും വളർച്ചയും മുൻകൂട്ടി കണ്ടാണ് മറ്റാരും വാങ്ങാത്ത ഈ ഒരു സ്റ്റോക്കിൽ ഇത്ര വലിയൊരു പങ്കാളിത്തം ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് നടത്തിയെന്ന് കാണാം. മറ്റൊരു സ്റ്റോക്ക് പെന്നാർ ഇൻഡസ്ട്രീസ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ഈ ഒരു സ്റ്റോക്ക് മറ്റൊരു യുണീക്ക് സ്റ്റോക്കായിട്ടാണ് നമ്മൾ കാണുന്നത്. ബന്ധൻ സ്മോൾ ക്യാപ്പ് സ്കീമിലാണ് ഈ സ്റ്റോക്ക് നമ്മൾ കാണുന്നത്. 4.5% വമ്പിച്ച ഹോൾഡിംഗ് ആണ് ഈ സ്റ്റോക്കിൽ ബന്ധൻ സ്മോൾ ക്യാപ്പിനുള്ളത്. ഇപ്പോൾ 2000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു സ്മോൾ ക്യാപ് കമ്പനീൻ്റെ PE ഇപ്പോൾ 15 എന്ന ലെവലാണ്. ഇൻഡസ്ട്രി PE 31 ആണ്. ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്കും കാണാൻ കഴിയുക. പക്ഷേ ഈ സ്റ്റോക്കിൽ ഒരു പ്രശ്നമായി കാണുന്നതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1 എന്ന ലെവലാണ് കാണുന്നത്. അത് കുറച്ച് ഹയർ സൈഡാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് നെഗറ്റീവ് റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ്. 23% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര വലിയൊരു കറക്ഷൻ നടന്ന ഈ സ്റ്റോക്കിൽ ഒരു ലോങ് ടേം ഗ്രോത്ത് സാധ്യത കണ്ടുകൊണ്ടായിരിക്കാം ബന്ധൻ സ്മോൾ ക്യാപ്പ് ഫണ്ട് മാനേജർ ഇത്ര വലിയൊരു ഹോൾഡിംഗ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ മെയ് ജൂൺ മാസങ്ങളിൽ ഒരു ട്രെൻഡ് പരിശോധിച്ചാൽ വലിയ തോതിൽ ഹോൾഡിംഗ് ഉയർത്തിക്കൊണ്ട് ഈ സ്റ്റോക്കിലുള്ള അവരുടെ കൺവിക്ഷൻ കൂടുതൽ ഉറപ്പ് നൽകുന്ന രീതിയിലാണ് ബന്ധൻ സ്മോൾ ക്യാപ്പ് ഇതിൽ ഇൻവെസ്റ്റ് നടത്തിയിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഒരു യുണീക്ക് സ്റ്റോക്ക് നമ്മൾ കാണുന്നത് EFC അഥവാ അമാനി ട്രേഡിംഗ് ആൻഡ് എക്സ്പോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്റ്റോക്ക് ഈ ഓഫീസ് സ്പേസ് ലീസ് ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിലുള്ള ഒരു സ്റ്റോക്കാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഡാറ്റ പ്രകാരം ബന്ധൻ സ്മോൾ ക്യാപ്പ് ഇതിലും 2.47% ഹോൾഡിംഗ് നിലനിർത്തിയായിട്ട് കാണാം. അപ്പോൾ ഈ കോവർക്കിംഗ് സ്പേസ്, കമേഴ്ഷ്യൽ ഇൻറ്റീരിയർ മേഖലയിലെ ഈ കമ്പനിയുടെ ഭാവി സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ബന്ധൻ സ്മോൾ ക്യാപ്പ് ഈ ഒരു ഹൈ കൺവിക്ഷൻ യുണീക്ക് ബെറ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2700 കോടിയോളം മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു സ്മോൾ ക്യാപ് കമ്പനിയുടെ PEയും 11.9% മാത്രമാണ്. ഇൻഡസ്ട്രി PE 17.3 ആണ്. എന്നാൽ ഈ സ്റ്റോക്കിൽ 1.74 എന്നുള്ള ഹൈ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കാണാൻ പറ്റും. കൂടാതെ ഈ സ്റ്റോക്ക് കഴിഞ്ഞ 6 മാസവും നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. -34% ആണ് ഈ സ്റ്റോക്ക് ലാസ്റ്റ് 6 മന്ത്സ് നൽകിയ റിട്ടേൺ. അപ്പോൾ ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. യുണീക്ക് സ്റ്റോക്കുകളാണെങ്കിലും ചില സ്റ്റോക്കുകൾ നല്ല റിട്ടേൺ നൽകിയപ്പോൾ ചില സ്റ്റോക്കുകൾ ലോസ് ആണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയതെന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതൊരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല, ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി എന്താണ് യുണീക്ക് സ്റ്റോക്ക് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വ്യക്തിപരമായിട്ട് തന്നെ കൃത്യമായ പഠനം നടത്തിക്കൊണ്ട് മാത്രമേ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.